ഇപ്പോൾ ഒരു പുരുഷൻ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. എങ്കിലും വനിതാ ഗ്രൂപ്പിൽ ഉൾപ്പെടെ 10 പേർ. അപ്പോൾ ഇത്ര മനോഹരമായ ഈ കൃഷി ഇവിടെ ഫലപ്രദമായി ചെയ്തതിന് അവരെ ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ തണ്ണിമത്തൻ പരിപാടി പോത്തനേശ്വരം പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെയാണ് ചെയ്യുന്നത്. എനിക്ക് രത്നകുമാരി മാഡത്തിനെ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. അപ്പം എന്നെ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണ ഇത്തരം കൃഷി ഫലപ്രദമായി ഏറ്റെടുത്ത് ചെയ്യുന്നത് വലിയ പാടാണിപ്പോൾ. ഞാൻ ഇതുവഴി പോകുമ്പോൾ ഇവിടെ കാട് കയറി കിടന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഈ എച്ചാൻ്റെ ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ കാട് കയറി കിടന്ന ഈ സ്ഥലം തരിശ് ഇത്രയും വൃത്തിയായി ഫലപ്രദമായി കൃഷി ചെയ്യുന്നതിന് ഫലപ്രദമായി ഇടപെട്ടതിനെ ആദ്യമായി അവരെ അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ പൗത്രേശ്വരം പഞ്ചായത്ത് തന്നെ തരിശ് നിലങ്ങൾ ഉൾപ്പെടെ ഫലപ്രദമായി കൃഷി ചെയ്യുകയാണ്. ജില്ലാതല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നു. പൗത്രേശ്വരം പഞ്ചായത്ത് തന്നെ ഏതാണ്ട് 47 ഏക്കർ തരിശ് നിലം ഇപ്പോൾ കൃഷി ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ രത്നകുമാരി മാഡം പറഞ്ഞതുപോലെ ഇതെല്ലാം നേതൃത്വമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവിടെ പൗത്രേശ്വരം കൃഷി ഓഫീസിലെ സംബന്ധിച്ചെല്ലാം മാഡം പറഞ്ഞു. കാരണം ഇത്തരം കാര്യങ്ങൾ ഫലപ്രദമായി ഇടപെട്ട് ചെയ്യുന്നതിന് നേതൃത്വമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തരിശായി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ പലയിടത്ത് കിടപ്പുണ്ട്. അതെല്ലാം ചെയ്യണമെന്നൊരാഗ്രഹം മനസ്സിലുണ്ടാകണമോ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സമീപനമാണ്. അതാണ് ഇവിടെ നടന്നത്. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2:30 ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ അത് എന്നോട് മാഡം പറഞ്ഞു, കാരണം എന്നെ വിട്ടേക്കാന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഉച്ചയ്ക്കായതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് വൈകിട്ടായിരിക്കും. അപ്പോൾ ജില്ലാതല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ വരിക എന്നുള്ളത് കൊണ്ടാണ് ഓടി വന്നത്. മാത്രമല്ല, ഇവിടെ നമ്മുടെ പൗത്രേശ്വരം പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നമ്മൾ ഈ തണ്ണിമത്തൻ ഇത്ര ഫലപ്രദമായി കൃഷി ചെയ്ത ഒരു സ്ഥലം നമ്മൾ കണ്ടില്ല. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. മാത്രമല്ല, ഇത് ഒരാളുടെ വസ്തു എന്നുള്ളതല്ല. ഇവിടെ ഇപ്പോൾ മാഡത്തിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുവാണ്. പക്ഷെ ഇവിടെ കാട് കയറി കിടന്ന ഫലപ്രദമായി ഒരു പക്ഷേ ഒന്നും ചെയ്യാൻ കിടന്നിരുന്ന ഈ സ്ഥലം ഫലപ്രദമായി ചെയ്തതിലാണ് ആ കർഷക കൂട്ടായ്മയെ അഭിനന്ദിക്കേണ്ടത്. ഇപ്പം ഞങ്ങൾ പോരുമ്പോഴൊക്കെ ഒരു 9 വനിതകൾ അല്ലേ, ഈ പറഞ്ഞ ഹരിതകർമ്മസേനാംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. 9 വനിതകൾ, ഒരു പുരുഷൻ. ആ പുരുഷനെ അഭിനന്ദിക്കുകയാണ് ഇവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായി തരിശായി കിടക്കുന്ന നിലങ്ങൾ ഉൾപ്പെടെ പുരയിടം ഉൾപ്പെടെ ഫലപ്രദമായി കൃഷി ചെയ്യുവാൻ ഇതൊരു മാതൃകയാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ പൗത്രേശ്വരം പഞ്ചായത്ത് ഇങ്ങനെ ഒരു കൃഷി ഫലപ്രദമായി ചെയ്യുവാനും ജില്ലാതല ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്നത് കാണുവാനും ഇത്ര ഒരു മീറ്റിംഗ് കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കർഷകർക്കൊരു ആവേശം പകരുന്ന തരത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കൃഷി ഉദ്യോഗസ്ഥ കൂടിയായ രത്നകുമാരി മാഡം കാണിച്ച ആ ഒരു പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം ബാക്കിയുള്ളവർക്ക് കൂടുതൽ മാതൃകയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരെയാണ് ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നത്. മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും നമസ്കാരം. എന്തായാലും ഞങ്ങളുടെ പഞ്ചായത്തിൽ കൃഷിഭവനിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ രത്നകുമാരിയമ്മ ഇത്ര ഒരു സംരംഭം ചെയ്തത് ഏറ്റവും സന്തോഷകരമാണ്. കാരണം കാട് പിടിച്ചിടന്ന ഈ സ്ഥലം വെട്ടിത്തെളിക്കാനും മറ്റുമെല്ലാം കൂട്ടുനിന്നവരും എല്ലാവരും കൂടെ ചേർന്ന് ഇതൊരു നല്ല എന്താ പറയുക, എല്ലാ കൃഷികളും ഏകദേശം ഉണ്ട്. ഈ സംരംഭം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അതോടെ നമ്മുടെ നാട്ടിലെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങളും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാൽ ഏറെ സന്തോഷം തരുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. ഇവരുടെ ഈ വിളവെടുപ്പ് ഉത്സവം നമ്മളുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള വിളവൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഒരു പുതിയ അറിവും കൂടിയാണ്. ഞാൻ ഇവരുടെ ഒരു കൃഷിയെ സംബന്ധിച്ച വീഡിയോ യൂട്യൂബിലെല്ലാം വളരെ നല്ല രീതിയിൽ പ്രചരിച്ചു. അത് കാണാനായിട്ട് കണ്ടപ്പോൾ തന്നെ വലിയ മനസ്സിൽ സന്തോഷം സൂക്ഷിക്കുന്ന ആളാണ്. അതോടൊപ്പം ഞാൻ ഒരു മഹിളാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കൂടെ പ്രവർത്തിക്കുന്ന ആള് എന്ന നിലയിൽ വളരെ അഭിമാനം ഈ വനിതകളെ സംബന്ധിച്ച് തോന്നുകയാണ്. ഇവര് ഏറ്റവും നല്ല, നമ്മൾക്ക് ഓരോരുത്തർക്കും മാതൃക ആക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അതിന് കൃഷി ഓഫീസർമാര് ഉൾപ്പെടെയുള്ള ഇവിടെ സൂചിപ്പിച്ച് മിനിയെന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ ബന്ധു കൂടിയാണ്. എനിക്ക് വലിയ അഭിമാനമുണ്ട്. രത്നകുമാരി മാഡത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ വളരെ ഹൈടെക് ആയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള
വശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷി നടത്തിയാലേ നമുക്ക് ഭാവിയിൽ ലാഭം കൊയ്യാൻ പറ്റൂ എന്നുള്ളതാണല്ലോ സാഹചര്യം. നമുക്കിപ്പോ കാലാവസ്ഥയെ പോലും കൃത്യമായി അവലംബിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇതിനെല്ലാം മറികടക്കാൻ ശാസ്ത്രീയമായ വളപ്രയോഗം, അതുപോലെ തന്നെ പുതിയ കൃഷി രീതി എല്ലാം അവലംബിച്ചുകൊണ്ട് അതിനെ ഇവിടെ കൃഷി ചെയ്യുന്ന വനിതകൾക്ക് ഏറെ സഹായകരമായിട്ട് നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഉദ്യോഗസ്ഥരുമെല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ മാതൃകയായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കേരളക്കരയ്ക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു കൃഷി സംസ്കാരം ഇവരിലൂടെ നമുക്ക് തിരിച്ചു പിടിക്കാം. ഏവർക്കും ഈ മാതൃക ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വനിതാ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവർക്ക് ഇന്ന് കാർഷിക ഉപകരണങ്ങൾ വിതരണം ചെയ്ത നല്ല സന്തോഷമുണ്ട് ഇന്നിങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ. കാരണം നമ്മുടെ മേഖലയിലെ വളരെ വിരളമായിട്ട് മാത്രം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഉൽപ്പന്നമാണ് ഇന്ന് വിളവെടുക്കപ്പെട്ടത്. തണ്ണിമത്തൻ സുലഭമല്ല, പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയം വേനലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഉൽപ്പന്നവും കൂടാണ്. തീർച്ചയായും അത് ഈ സമയത്ത് വിളവെടുക്കാൻ നിങ്ങൾ ഒരുക്കി ഇത്രയും തരിശായിട്ടുണ്ടായിരുന്ന ഈ സ്ഥലം ഈ രീതിയിൽ ഒരു കൃഷി പ്രദേശമാക്കി എടുക്കാൻ കഴിഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്ത കൃഷിയുമായി കൂടുതൽ അടുപ്പവും പരിചയവുമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീമതി രത്നകുമാരിയെയും ഞാൻ അഭിനന്ദിക്കുന്നു. കൂടാതെ നമുക്കിത് ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമായതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് യൂട്യൂബിൽ അതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും അതല്ല, അത് ഒരു മാതൃകാ തോട്ടം എന്നുള്ള നിലയിൽ എടുത്തുകൊണ്ട് അത് മറ്റുള്ളവർക്ക് കൂടി കാണുന്ന തരത്തിൽ കണ്ട് മനസ്സിലാക്കാനും, അല്ലെ നിങ്ങളുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അതെങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള അവസരം മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണം. കാരണം നമുക്കറിയാം, ഇന്ന് ധാരാളം കൃഷിക്കൂട്ടങ്ങൾ പോലുള്ള നമ്മുടെ കൂട്ടായ്മകൾക്ക് കൂടുതൽ പിന്തുണയും കൂടുതൽ പ്രോത്സാഹനവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ശാക്തീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും കൂടി ഇതിനോടൊപ്പം കൊണ്ടുപോകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇന്നിപ്പോൾ ഇവിടെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വേദിയിൽ ഈ ഒരു അവസരം തന്നതിന് തന്നെ വളരെയധികം നന്ദി ഉണ്ടെന്നാണ് ആദ്യമായിട്ട് അറിയിക്കാനുള്ളത്. 2 പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലെ നാട്ടുകാർ ഒന്നടങ്കം ഈ ഒരു പ്രവർത്തനത്തിന്, ഒരു നൂതന പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു അപൂർവ സന്ദർഭമാണ് എനിക്കിന്നിവിടെ കാണാൻ കഴിഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട്, മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്. ഇതുപോലെ തരിശായി കിടക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഞങ്ങൾ കൃഷിയിലേക്ക് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം, കൃഷി വകുപ്പിൻ്റെ ആ മുദ്രാവാക്യം പ്രവർത്തനപഥത്തിൽ എത്തിക്കാനായിട്ട് ഒരു കൃഷി ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ നാട്ടുകാരെ ഒരുമിച്ച് കൂട്ടി നടത്തിയ ഈ ഒരു ശ്രമം വളരെയധികം അഭിനന്ദനാർഹമാണ്. മറ്റുള്ളവരിലേക്കും അത് എത്തിക്കുക എന്നുള്ളത് നമുക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കും. തരിശായിട്ട് കിടക്കുന്നത്, കാട് കയറി കിടക്കുന്ന സ്ഥലമാണ്, വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം എങ്ങനെ ചെയ്യാതിരിക്കാം എന്ന് നോക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ പ്രശ്നങ്ങളെല്ലാം എതിരിട്ടുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെ അവിടെ കൃഷി ഇറക്കാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. സാധാരണ അധികം സാധാരണമല്ലാത്ത തണ്ണിമത്തൻ പോലുള്ള കൃഷിരീതികൾ, ഇന്നവേറ്റീവായിട്ടുള്ള കൃഷിരീതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് വഴി അത് മറ്റു കർഷകർക്കും നാട്ടുകാർക്കും ഒരുപോലെ തന്നെ പ്രചോദനമേകുന്ന ഒരു സംരംഭത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ അതൊരു മാതൃകയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ മറ്റൊരു സജഷൻ എനിക്കുള്ളത്, ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അതിനൊരു സൊല്യൂഷനായിട്ട് മൈക്രോ ഇറിഗേഷൻ അവലംബിച്ചിട്ടുമുണ്ട്. എന്നാൽ തന്നെയും വെള്ളത്തിൻ്റെ സോഴ്സ് ഇല്ലാത്തത് കാരണം, ഉറവിടം ഇല്ലാത്തത് കാരണം ആ വെള്ളത്തിൻ്റെ ദൗർലഭ്യം രൂക്ഷമായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ, വെള്ളം കിട്ടുന്ന അവസരങ്ങളിൽ പച്ചക്കറിയും ഇതുപോലുള്ള കൃഷി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനൊപ്പം തന്നെ ഇവിടെ ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് പോലുള്ള മരുഭൂമിയിൽ പോലും വളരുന്ന
ഡ്രാഗൺ ഫ്രൂട്ട് പോലുള്ള കൃഷികൾക്ക് കൂടെ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാതെ ഒഴിവാക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് കൂടി പ്രയോജനപ്പെടുത്താനായിട്ട് 9 പേർക്കും എന്നും എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനം ഇനിയും ഇതേപോലെ ജനപ്രതിനിധികളെ, എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെ, കർഷക സുഹൃത്തുക്കളെ, രത്നകുമാരി ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഉച്ച കഴിയുമ്പോൾ ഒന്ന് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയ എന്തോ വീട്ടുവളപ്പിലെന്തോ ചെറിയ പരിപാടിയാണെന്ന്. ക്യാബേജ് വളർത്താൻ വരുന്ന പാട് എനിക്ക് നന്നായിട്ടറിയാം. ഇത്രയും സ്ഥലത്ത് വെള്ളത്തിൻ്റെ പരിമിതിയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിടയിൽ ഇത്രയും സ്ഥലത്ത് ഇങ്ങനെ പലതരം കൃഷികൾ ഇവിടെ ചെയ്ത് ഇന്നിവിടെ വിളവെടുപ്പ് നടത്തി